I want to remember this moment. So, ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. മലയാളികളുടെ പ്രിയപ്പെട്ട താരം സോഷ്യൽ മീഡിയയിലെ ക്യൂൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന പേളി മാണി വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചരിത്രം കുറിക്കുകയാണ്. സാധാരണയായി സെലിബ്രിറ്റികളുടെ ആഡംബര ജീവിതവും കൊടികളുടെ കാറുകളുമൊക്കെയാണ് നമ്മൾ വാർത്തകൾ കാണാറുള്ളത്. എന്നാൽ ഇവിടെ പേളി മാണി വാർത്തകളിൽ നിറയുന്നത് തികച്ചും വ്യത്യസ്തമായ, എല്ലാവരുടെയും കണ്ണു നിറയ്ക്കുന്ന രണ്ട് വലിയ കാര്യങ്ങളിലൂടെയാണ്. തൻ്റെ സ്വന്തം കുടുംബത്തിലെ ഒരാളെപ്പോലെ കൂടെ നിർത്തുന്ന അസിസ്റ്റന്റിന് നൽകിയ ലക്ഷങ്ങൾ വിലമതിക്കുന്ന സമ്മാനവും, അതിനു പിന്നാലെ പത്തനംതിട്ടയിൽ വെച്ച് ഒരു പാവ അമ്മയ്ക്കും മകൾക്കും നൽകിയ ആരും പ്രതീക്ഷിക്കാത്ത വണ്ടർ സർപ്രൈസും സോഷ്യൽ മീഡിയ മുഴുവൻ കണ്ണീരിലണിയിച്ചു. പേളിയുടെ ആ വലിയ മനസ്സിന് പിന്നിലെ യഥാർത്ഥ കഥ എന്താണെന്ന് നമുക്ക് വിശദമായി തന്നെ നോക്കാം. ആദ്യം നമുക്ക് സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമുണ്ടാക്കിയ ആ കുടുംബത്തിലേക്ക് വരാം. നിതാര ജനിച്ച് വീട്ടിൽ വന്ന് അന്ന് മുതൽ നിഴൽ പോലെ കൂടെ നിൽക്കുന്ന ആളാണ് രഞ്ജു. രഞ്ജുവിനെ വെറുമൊരു ജോലിക്കാരിയായിട്ടല്ല, സ്വന്തം അനിയത്തിയെ പോലെയാണ് പേളി എപ്പോഴും ചേർത്ത് പിടിച്ചിട്ടുള്ളത്. രഞ്ജു നാട്ടിലേക്ക് മടങ്ങുന്നതിന് മുൻപായി പേളിയും ശ്രീനിഷും ചേർന്ന് വലിയ സർപ്രൈസ് ഒരുക്കി. തികച്ചും അപ്രതീക്ഷിതമായി ഒരു ലക്ഷറി സ്വർണ്ണമാലയും കൈച്ചെയിനും സമ്മാനമായി നൽകിയപ്പോൾ രഞ്ജുവിന് മുഖത്തുണ്ടായ സന്തോഷം അത് കണ്ടു നിന്ന പ്രേക്ഷകരുടെ കണ്ണു നിറയിച്ചു. ഒരു വ്ളോഗർ എന്നതിലുപരി തൻ്റെ കൂടെ നിൽക്കുന്നവരുടെ അധ്വാനത്തെ ഇത്രയധികം വിലമതിക്കാൻ പേളിക്ക് മാത്രമേ സാധിക്കൂ എന്നാണ് ആരാധകർ പറയുന്നത്. എന്നാൽ കഥ അവിടെ തീരുന്നില്ല. ഈ സംഭവത്തിന് പിന്നാലെ പേളിയുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ മറ്റൊരു നിമിഷം സംഭവിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പത്തനംതിട്ട അറേബ്യൻ ഗോൾഡ് ജ്വല്ലറിയിൽ ഒരു ഉദ്ഘാടനത്തിനായി പേളി പോയിരുന്നു. അവിടെ പേളിയെ കാണാൻ ഒരു മകളും അവരുടെ പ്രായമായ അമ്മയും എത്തിയിരുന്നു. ഭർത്താവിൻ്റെ വിയോഗത്തിന് ശേഷം കടുത്ത മാനസിക വിഷമത്തിലായിരുന്ന അമ്മയ്ക്ക് പേളിയെ കാണാനും ഒപ്പം ഒരു കുഞ്ഞു കല്ലുകമ്മൽ വാങ്ങാനുമായിരുന്നു ആഗ്രഹം. എന്നാൽ ജ്വല്ലറിയിൽ എത്തിയപ്പോൾ ബഡ്ജറ്റ് കുറവായതിനാൽ ആ കല്ലുകമ്മൽ വാങ്ങാൻ കഴിയാതെ സങ്കടത്തോടെ അവർക്ക് മടങ്ങേണ്ടി വന്നു. പിന്നീട് മകൾ ഇതിനെക്കുറിച്ച് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച ഒരു റീൽ സോഷ്യൽ മീഡിയയിൽ വൈറലായി. അമ്മ കമ്മൽ വാങ്ങിയില്ലെങ്കിലും പേളിയെ കണ്ടപ്പോൾ അമ്മയുടെ മുഖത്ത് ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു ചിരി കണ്ടു എന്നായിരുന്നു മകൾ കുറിച്ചത്. ആ റീൽ ആകസ്മികമായി നമ്മുടെ പേളിയുടെ ശ്രദ്ധയിലും പെട്ടു. ആ വീഡിയോ കണ്ടിയുടൻ പേളിയുടെ മനസ്സലിഞ്ഞു. ഒട്ടും വൈകിപ്പിക്കാതെ പേളി ഭർത്തൃ ശ്രീനിഷിനെ വിളിച്ച്, കുട്ട, എനിക്ക് ആ അമ്മയെ എങ്ങനെയെങ്കിലും ഒന്ന് കാണണം. അങ്ങനെ പേളി ആ അമ്മയും മകളെയും വീണ്ടും അത് ജ്വല്ലറിയിലേക്ക് രഹസ്യമായി വിളിച്ചു വരുത്തി. അവരവിടെ വന്നിരിക്കുമ്പോൾ പതുക്കെ പുറകിലൂടെ വന്ന് പേളി അവരെ കെട്ടിപ്പിടിച്ചപ്പോൾ ആ അമ്മ പൊട്ടിക്കരഞ്ഞു പോയി. ആ രംഗം കണ്ടവരാരും ഒരിറ്റു കണ്ണീർ പൊഴിക്കാതെ ഇരുന്നിട്ടുണ്ടാവില്ല. അവിടെ വെച്ച് അന്ന് ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് അവർക്ക് വാങ്ങാൻ കഴിയാതെ പോയ അതേ കല്ലുകമ്മൽ പേളി സ്വന്തം കൈപ്പടിയിൽ ആ അമ്മയുടെ കാതിൽ അണിയിച്ചു കൊടുത്തു. പണം കൊടുത്ത് വാങ്ങാൻ കഴിയാത്ത വലിയൊരു സ്നേഹമാണ് പേളി അവിടെ തെളിയിച്ചത്. യൂട്യൂബിൽ ഇന്ന് ഒരുപാട് ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ട്. പലരും തങ്ങളുടെ ആഡംബരങ്ങൾ കാണിച്ച് വ്യൂസ് കൂട്ടാൻ നോക്കുമ്പോൾ പേളി എപ്പോഴും ശ്രദ്ധിക്കുന്നത് മനുഷ്യബന്ധങ്ങൾക്കാണ്. ഈ രണ്ട് വീഡിയോകൾക്കും താഴെ വന്ന കമൻറ്റുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ട്രോളർമാരും വിമർശകർ പോലും ഒരു നല്ല പ്രവർത്തിക്ക് മുന്നിൽ പേളിയെ കൈയടിച്ച് അഭിനന്ദിക്കുകയാണ്. കൂടെയുള്ളവരെ തന്നെ സ്നേഹിക്കുമ്പോഴും എങ്ങനെ ചേർത്ത് പിടിക്കണം എന്ന് പേളി മാണി വീണ്ടും തെളിയിക്കുന്നു. അതുകൊണ്ടാണ് മറ്റെല്ലാ വ്ളോഗർമാരെക്കാളും മുകളിൽ പേളിയുടെ സ്ഥാനം എപ്പോഴും മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഭദ്രമായിരിക്കുന്നത്. ചുരുക്കത്തിൽ പണവും പ്രശസ്തി എത്രയുണ്ടായാലും മറ്റുള്ളവരെ കണ്ണീരൊപ്പുന്നതാണ് യഥാർത്ഥ സന്തോഷമെന്ന് പേളി മാണി തൻ്റെ പ്രവൃത്തികളിലൂടെ കാണിച്ചു തരികയാണ്. രഞ്ജുവിന് നൽകിയ സമ്മാനവും പത്തനംതിട്ടയിലെ പാവ അമ്മയ്ക്ക് നൽകിയ സർപ്രൈസും പേളിയുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച നിമിഷങ്ങളായി എന്നും ഓർമ്മിക്കപ്പെടും. പേളിയുടെ ഈ വലിയ പ്രവൃത്തിയിൽ നിങ്ങളുടെ ഏറ്റവും കൂടുതൽ സ്പർശിച്ച ഏതാണ്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലെയുള്ള കൂടുതൽ ലേറ്റസ്റ്റ് വാർത്തകൾക്കും സോഷ്യൽ മീഡിയ വിശേഷങ്ങൾക്കുമായി എൻ്റെ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.